ഇപ്പോൾ 100 PV 50 PV ഇതാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. നമ്മുടെ ജീനിയസിൽ വിന്നേഴ്സിൽ ഒരാൾക്ക് 100 PV ഒരു പ്രൊഡക്റ്റ് കൊടുത്തു, മറ്റേ വിങ്ങിൽ 50 കൊടുത്തു. അപ്പം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. മിനിമം ഇത്രയും ചെയ്തിരിക്കണം. ഇനി മറ്റേ വിങ്ങിൽ വന്ന ഒരാൾ 50 എടുത്തു, അടുത്ത വിങ്ങിൽ 100 വാങ്ങിച്ചില്ല, 50 വാങ്ങിച്ചുള്ളൂ. ഇപ്പൊ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുമോ? ഇല്ല. നമ്മൾ കൊടുത്ത ആരെങ്കിലും ഒരു വ്യക്തി അവരുടെ കെയർ ഓഫിൽ ഒരു 50 PV കൂടെ ചെയ്തു എന്ന് വിചാരിക്കാം. നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് 2 വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതി. അവരിനി 25 PV ആയാലും കുഴപ്പമില്ല. പക്ഷെ 25 PV നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. 2 ഡയറക്റ്റ് റെഫറൽ ഉണ്ടാവണം. അത് രണ്ടും 50 PV ആയാലും കുഴപ്പമില്ല. പിന്നെ അവരാരെങ്കിലും ഒരാൾക്ക് 50 PV പ്രൊഡക്റ്റ് കൊടുത്താൽ മതി. നമ്മൾ ഒരു വിങ്കിൽ 100 PV സെയിൽ നടന്നാൽ മതി. ക്ലിയർ ആണല്ലോ അല്ലെ? മറ്റേ വിങ്ങിൽ ഒരു 50 PV സെയിൽ നടന്നാൽ മതി. അപ്പൊ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും. സാറേ, ഒരു സംശയം ആരോടെ എഴുതി ചാറ്റ് ബോക്സിൽ, ഇത് ഒരു കട്ട് ഓഫിൽ ചെയ്യണ്ടേന്ന്. അതൊന്നും ചെയ്താൽ മതി. വേണ്ട, ഇതൊരു കട്ട് ഓഫിലും ചെയ്യണ്ട. ഇത് എപ്പോ വേണമെങ്കിലും ചെയ്താൽ മതി കേട്ടാ. വിത്തിൻ 30 days ആണ് പുതിയ നിയമം. 30 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി. ഒരു വിങ്ങിൽ നിങ്ങൾക്ക് 50 PV ഇന്ന് വന്നു, അടുത്ത വിങ്ങിൽ നിങ്ങൾക്ക് 15 ദിവസം കഴിഞ്ഞിട്ടാണ്. 1 മാസത്തെ സമയമുണ്ട് 2 പേരെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. 2 പേരെ കണ്ടെത്താൻ 1 മാസം വേണോ? നമ്മളെല്ലാം 2 പേരെ കണ്ടെത്തി 1 മാസം കഴിഞ്ഞിട്ടാണോ പ്രഭാരട്ടാ? അല്ലല്ലോ അല്ലേ? നമ്മളെല്ലാം കുതിരശക്തിയിൽ പറഞ്ഞ ആളുകളല്ലേ? കറക്റ്റ്. ക്ലിയർ ആയില്ലേ? 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ID രജിസ്റ്റർ ചെയ്ത ദിവസമാണ് കൂട്ടുക. ID രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ID തുറന്നു കഴിയുമ്പോൾ ഡാഷ്ബോർഡിൽ മുകളിൽ കാണാം നിങ്ങളുടെ പേര്, രജിസ്ട്രേഷൻ ഡേറ്റ്, ആക്ടിവേഷൻ ഡേറ്റ് കാണും. അപ്പൊ രജിസ്റ്റർ ചെയ്ത ദിവസം മുതൽ 1 മാസമാണ് കേട്ടോ. ഓക്കെ ആണെന്ന് മനസ്സിലായി? അപ്പൊ 150 പോന്നു. അപ്പൊ നമുക്ക് എത്ര വരുമാനം കിട്ടും? നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുകയാണ് ആളുകൾക്ക്. അവയർനെസ് കൊടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ബോണസിന്റെ പേരാണ് സൂപ്പർ അവയർനെസ് ബോണസ്. ഇതാണ് ഒന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻകം സൂപ്പർ അവയർനെസ് ബോണസ്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും ഈ ഇൻകം പ്ലാനിനെ കുറിച്ചും നമുക്ക് ഒരാൾക്ക് അവയർനെസ് കൊടുക്കുമ്പോൾ അവർ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ കമ്പനി നമുക്ക് തരുന്ന ബോണസ് ആണ് സൂപ്പർ അവയർനെസ് ബോണസ്. SAB എന്ന് പറയും ചുരുക്കത്തിൽ. അത് എത്രയാണ് കിട്ടുക? 1 PV = 10 rupees എന്നുള്ള നിലയിലാണ് നമുക്കത് കിട്ടുക. 1 PVക്ക് 10 രൂപ വെച്ച് കിട്ടും. ക്ലിയർ ആയോ? 1 PVക്ക് 10 രൂപ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എത്ര PV ആണ് ചെയ്തിരിക്കുന്നത്? 150 PV അല്ലെ? ഒരു സൈഡിൽ 100ഉം മറ്റേ സൈഡിൽ 50 PV നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ മാച്ചിങ് ബോണസ് ആണ്. അതായത് MPV എന്ന് പറയും, മാച്ചിങ് പോയിന്റ് വാല്യൂ. അപ്പൊ ഒരു വിങ്ങിൽ 50ഉം മറ്റേ വിങ്ങിൽ 100ഉം വന്നാൽ എത്രയാണ് മാച്ച് ആകുക? ഏറ്റവും കുറഞ്ഞതാണ് മാച്ച് ആകുക അല്ലെ? 50ഉം 100ഉം വരുമ്പോൾ 50 മാച്ച് ആവും. അപ്പൊ 50 ഇൻറ്റു പെർ PV 10 rupees. അപ്പൊ 50 ഇൻറ്റു 10 എത്ര വരും? 50 ഇൻറ്റു 10 എത്രയാ? 500 രൂപ കിട്ടും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻകം. 3 കോടിയോളം രൂപ വാങ്ങിച്ച് എനിക്കും ആദ്യത്തെ ഇൻകം 500 രൂപയുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതിന് എളുപ്പ വഴിയൊന്നുമില്ല നേരെ 5000 മേടിക്കാൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഇൻകം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഓക്കെ. അടുത്തത്, ഈ കൊണ്ടുവന്ന ആളുകൾ അവരുപയോഗിക്കുന്നു, അവർ അടുത്ത ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ടീം ഡെവലപ്പ് ചെയ്യുന്നത്. പവർ ഓഫ് 2. 2 പേരെ മാത്രമേ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടതിൽ കോടികൾ നേടാൻ പറ്റുമെന്നത്. എന്നാൽ കൂടുതൽ ആളുകൾ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. അത് എവിടെ ആഡ് ചെയ്യണം? നമ്മുടെ ജീനിയസിലോ വിന്നേഴ്സിലോ നമുക്ക് വീണ്ടും 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 ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇപ്പൊ സർവീസ് ചാർജ് എടുക്കുന്നില്ല കമ്പനി. ഇപ്പൊ 2% മാത്രമേ പോവുള്ളൂ. 500ന്റെ 2% എന്ന് പറഞ്ഞാൽ എത്രയാ പോവാ? 10 രൂപ പോകും അല്ലെ? ബാക്കി 490 വരും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ടീം ഡെവലപ്പായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഈ അവയർനെസ് ബോണസ് കിട്ടും. അവയർനെസ് ബോണസ് എത്രയാണ് പരമാവധി കിട്ടുക? നമുക്ക് പരമാവധിയാണ് എപ്പോഴും നോക്കേണ്ടത് അല്ലെ? പരമാവധി എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1000 PV മാച്ച് ആവുന്നതിന്റെ അവയർനെസ് ബോണസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഒരു കട്ട് ഓഫിൽ. എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ് ചെയ്യുന്നതിനനുസരിച്ച് 2 സമയത്താണ് നമുക്ക് ഇവിടെ വരുമാനം തരുന്നത് കമ്പനി. 2 സമയം. ഒന്ന് രാവിലെ 5 മണിക്ക് ഒരു കട്ട് ഓഫ് ഇപ്പൊ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ എല്ലാവരും അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്ന് കിടക്കുകയാണ്. പണിയെടുത്തവരുടെ എല്ലാവരും വരില്ല കേട്ടോ, പണിയെടുക്കണം. അടുത്ത കട്ട് ഓഫ് വൈകുന്നേരം 5 മണിക്കാണ്. 5 AM 5 PM ആണ് നമ്മുടെ കട്ട് ഓഫ് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വരുമാനം കമ്പനി പിടിച്ചു വെക്കുന്നില്ല. ഓൺ ദ സ്പോട്ടിൽ 12 മണിക്കൂർ കഴിയും തോറും നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബാങ്കിലേക്ക് വരുന്നത് 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം വരും. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ അക്കൗണ്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തേക്ക്
ഓരോ 12 മണിക്കൂറും ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. അത് ബാങ്കിലേക്ക് 3 കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവും. ഇതാണ് സിസ്റ്റം. അപ്പൊ 1000 PV ആണ് മാച്ചിങ്. 1000 PV ജീനിയസിലും 1000 PV വിന്നേഴ്സിലും. ഇനി 1000 ഇല്ല, 500 ഉള്ളൂ. 500 × 10 5000 കിട്ടും. 200 ഉള്ളൂ. 200 × 10 2000 കിട്ടും. 100 PV ഉള്ളൂ. 100 × 10 1000 കിട്ടും. ഇനി 50 PV മാച്ച് ചെയ്തുള്ളൂ. 50 × 10 500 രൂപ ഓൺ ദ സ്പോട്ടിൽ 5 മണിക്ക് കട്ട് ഓഫ് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അതിന്റെ വാലറ്റ് ട്രാൻസ്ഫർ ആയി കാണിക്കും. ക്ലിയർ? അങ്ങനെ മാക്സിമം ഒരു കട്ട് ഓഫിൽ നമുക്ക് കിട്ടുന്നത് 10,000 റുപ്പീസ് ആണ്. 10,000 റുപ്പീസ്. അങ്ങനെ ഒരു ദിവസം എത്ര കട്ട് ഓഫ് ഉണ്ട്? 5 AM 5 PM. അപ്പൊ 2 കട്ട് ഓഫ്. അപ്പൊ 10,000 × 2 എത്ര കിട്ടും? 20,000 റുപ്പീസ് പെർ ഡേ. സിമ്പിൾ. ഇത്രേ ഉള്ളൂ ഇതിന്റെ കഥ. വേറെ ഒന്നും ഇല്ല. ഇതാ എനിക്ക് പ്ലാൻ അറിയില്ല സാറേ, പ്ലാൻ ഒന്ന് പറഞ്ഞു തരണം, പ്ലാൻ ഒന്ന് പറഞ്ഞു തരുമെന്ന് പലരും പറയുന്നു. ഇത്രേ ഉള്ളൂ. 20,000 രൂപ വരെ ഒരു ദിവസം നമുക്ക് കിട്ടും. ബാക്കി വരുന്ന പവർ സൈഡ് മുഴുവൻ അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് എൻകാഷ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അതർ വിങ്ങിൽ അടുത്ത ചാനലിൽ ബിസിനസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്കത് എൻകാഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ 20,000 രൂപ പെർ ഡേ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ അവയർനെസ് ബോണസ്. അടുത്ത ഇൻകമാണ്. എല്ലാ കമ്പനികളെയും കണ്ണടപ്പിക്കുന്ന രീതിയിൽ, മനസ്സിലായ, ആളുകൾ ബയോട്ടോറിയത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇൻകമാണ്. ഇന്ന് വരെയും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു ഇൻകമാണ് സൂപ്പർ ഫാമിലി ബോണസ്. ഇത് ഫാമിലിക്കുള്ളതാ. ഈ പൈസ നിങ്ങൾ ഫാമിലി അക്കൗണ്ടിലേക്ക് മാറ്റിയിടണം. ഈ അവയർനെസ് ബോണസ് നിങ്ങൾ ഫീൽഡ് പോകാനോ അതിനോ ഇതിനൊക്കെ ചെലവാക്കിക്കോളും. മനസ്സിലായ? ഫാമിലി ബോണസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ സംരക്ഷണത്തിരുന്ന പൈസ. ഇത് കൊണ്ടുപോയിട്ട് ആരും പുട്ടടിച്ച് കളയാണ്ട കേട്ടോ ലീഡർമാരെ. ഇത് ഫാമിലിക്ക് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടണം. എന്നെ കേൾക്കുന്ന ഭാര്യമാരും ഭർത്താക്കന്മാരും, ഭാര്യയുടെ പേരിലാണ് ഐഡിയ ആണെങ്കിൽ ഭർത്താക്കന്മാരും ശ്രദ്ധിച്ചോളണം. അപ്പൊ ഇത് അവിടെ ഉണ്ടാകണം ഡെപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ ഇതാണ് ഫാമിലി ബോണസ്. ഫാമിലിയെ സംരക്ഷിക്കണം. ഫാമിലി ഇല്ലെങ്കിൽ പിന്നെന്താ അല്ലെ? അപ്പോ അത് എത്രയാ കൊടുക്കുന്ന നോക്കാം നമുക്ക്. 100 PV വന്നു. നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 100 PV ജീനിയസിലും 100 PV വിന്നേഴ്സിലും വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന അവയർനെസ് ബോണസ് എത്രയാണ്? 100 × 10 1000 രൂപ കിട്ടും. ക്ലിയർ? അവിടെ മുതൽ നമുക്ക് ഫാമിലി ബോണസ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് എൻട്രി മുതൽ ഫാമിലി ബോണസ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഫാമിലി ബോണസ് കിട്ടാനാണ് ഒരേ കട്ട് ഓഫിൽ തന്നെ ജീനിയസിലും വിന്നേഴ്സിലും ബിസിനസ് നടക്കണം. മനസ്സിലായ? മുന്നോട്ട് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കണ്ണ് കാണണം അല്ലെ? ഒരു കണ്ണ് അടച്ചു പിടിച്ചിരിക്കുന്ന ശരിക്കും നടക്കാൻ പറ്റുമോ ചാക്കോ സാറേ? 2 കണ്ണുണ്ടായിട്ട് കാണുന്നില്ല അല്ലെ? എന്നിട്ടാണ് കണ്ണടയും കൂടെ വെച്ചത് ഇല്ലേ? അപ്പോ ഒരു കണ്ണ് അടച്ചു പിടിച്ചാൽ പോരെ, 2 കണ്ണും വേണ്ടേ? അതുപോലെ തന്നെ 2 വിങ്ങിലും നമുക്ക് ഒരേ സമയത്ത് ഒരേ കട്ട് ഓഫിൽ ബിസിനസ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ അവയർനെസ് ബോണസിന് പുറമെ എന്ത് കിട്ടുന്നു? ഫാമിലി ബോണസ് കിട്ടുന്നു. ഇതാരാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? നമ്മളാണ്, കമ്പനി അല്ല. അതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കമ്പനിയിലേക്ക് പൈസ അയച്ചു കൊടുത്ത് കമ്പനിയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കൺട്രോളിൽ വെച്ചുകൊണ്ട് ഇല്ലേ, ഒരു 100 PV ഇന്ന് വന്നു. അപ്പൊ നിങ്ങൾക്ക് പിക്കപ്പ് സെന്റർ ഉണ്ടെങ്കിൽ 100 PVയുടെ പ്രൊഡക്റ്റ് ആ കസ്റ്റമർക്ക് കൊടുക്കണം. പൈസ വാങ്ങിയ പിക്കപ്പ് സെന്റർ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ID അടിച്ച് ആക്ടിവേഷൻ ചെയ്താലേ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് അപ്പൊ 2 ബിസിനസ്സും ഒരേ ടൈമിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ്? 1000 രൂപ കിട്ടും 100 PVക്ക്. പ്ലസ് സൂപ്പർ ഫാമിലി ബോണസ് 1 PV = 67.50. 67 രൂപ 50 പൈസയാണ് ഒരു PV കിട്ടുന്നത്. 67 രൂപ 50 പൈസ. അപ്പൊ എത്ര കിട്ടും? 6750 രൂപ ഫാമിലി ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ് 6750 രൂപ പ്ലസ് അവയർനെസ് ബോണസ് 1000 രൂപ. ടോട്ടൽ 7750 രൂപ. 7750 രൂപ കിട്ടാൻ ഒരു പണിയുമില്ല. 100 PVയുടെ 2 കച്ചവടം നമ്മുടെ ടീമിൽ, നമ്മുടെ വിങ്ങിൽ, നമ്മുടെ ജീനിയസിലും വിന്നേഴ്സിലുള്ള ആരെങ്കിലും കൊണ്ടുവന്നാൽ മതി. ആരെങ്കിലും കൊണ്ടുവരട്ടെ എന്റെ വീട്ടിലിരുന്നാൽ നടക്കുമോ? ഞാൻ 2 ആളെ ചേർത്തില്ലേ, ഞാൻ ഒരു വീട്ടിൽ കൊണ്ടുവരട്ടെ പറഞ്ഞാൽ നടക്കുമോ? അങ്ങനെ കാത്തു കെട്ടി കിടക്കുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അവരുടെ കൂടെ നിന്ന് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ ചെന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഡെമോ കാണിച്ചു കൊടുത്ത് ഇതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി ഫീൽഡിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് ഡെയിലി 2 കട്ട് ഓഫിലും നമുക്ക് ഫാമിലി ബോണസ് മാക്സിമം നേടാൻ പറ്റുന്നത് 7750 രൂപ. അപ്പൊ 15 അല്ലെ, എത്ര കിട്ടും? അപ്പോ 7 14 1500 അല്ലേ? 15,000 സംതിങ് രൂപ നമുക്ക് മുകളിൽ നിൽക്കുന്ന ഒന്നുമില്ല ഓഡിറ്റോറിയത്തിൽ. തിരിച്ചറിയണം നിങ്ങൾ കേട്ടാ, മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അങ്ങനെയൊക്കെ പലരും പറയും. അതുകൊണ്ട്
എങ്ങനെ നിങ്ങൾക്ക് 60 ലക്ഷം രൂപ ഉണ്ടാക്കാം, അതിനുള്ള ഫോർമുലയാണ് പറയാൻ വേണ്ടി 60 ലക്ഷം രൂപ ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞ കണക്ക് പ്രവർത്തിക്കാൻ തയ്യാറുണ്ട്. ഒറ്റ മാസം, ആദ്യത്തെ മാസം 30,000 രൂപ നിങ്ങൾ വരുമാനം നേടണം. എഴുതി വെക്കല്ലാരും, 30,000 രൂപ ഫെബ്രുവരിയിൽ വരുമാനം നേടണം. ഫെബ്രുവരിയിൽ പറ്റുമോ? 30,000 രൂപ വരുമാനം നേടാൻ എന്ത് വേണം? ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് ചെയ്യും. ഇത് മടിയന്മാർക്കുള്ള കഥയാ പറയുന്നത് കേട്ടാ. അവര് മാത്രം കേട്ടാ മതി. നിങ്ങളുടെ കൂടെ വരുന്നൊക്കെ മടിയന്മാരായിരിക്കുമല്ലോ. ആ, നിങ്ങളോ മടിയന്മാരാ, നിങ്ങളുടെ കൂടെ വരുന്നവരെങ്ങനെയായിരിക്കും അല്ലേ? അപ്പോ ഒരു ഫാമിലി ബോണസ് ഒരാഴ്ചയിൽ 2 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ലേ? അത് ആര് വിചാരിച്ചാലും സാധിക്കുമല്ലോ. ഏത് കണ്ണുവട്ടം വിചാരം സാധിക്കുമല്ലോ. നമ്മുടെ ബയോട്ടോറിയത്തിൽ ഒരു ലേഡി ഉണ്ട്, 2 കണ്ണും കാഴ്ചശക്തിയുള്ളവർക്ക്. അവരുടെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. എന്ന് പറഞ്ഞ് തുടങ്ങും അവരുടെ പേര്. കോടീശ്വരിയാ, 2 കോടിയോളം അച്ചീവ് ചെയ്തു. കണ്ണ് കാണില്ല അവർക്ക്. മനസ്സിലായ? എവിടെ? എന്താ പേര്? നേഹയല്ലേ? എന്തായാലും ഒരു ലേഡി ഉണ്ട്, അവരുടെ ഫോട്ടോ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വന്നതാണ്. 2 കണ്ണും കാണില്ല അവർക്ക്. എന്നിട്ട് പോലും നോക്കണം, നിങ്ങൾക്ക് 2 കണ്ണും കാണുന്നു, നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, യാത്ര ചെയ്യുന്നു, ഇല്ലേ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ മാസം ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് മേടിക്കും. ഒന്നാമത്തെ ആഴ്ച 7,500, രണ്ടാമത്തെ ആഴ്ച 7,500, 7,500, നാലാമത്തെ ആഴ്ച. ഇത് ഫോക്കസ് ചെയ്യും നിങ്ങൾ. അപ്പൊ എത്ര കിട്ടും? 30,000 രൂപ കിട്ടിയോ സജീവ് സാറേ? കിട്ടിയോ? ഒരാഴ്ചയിൽ ഒരു ഫാമിലി ബോണസ് ആർക്കാണ് സാധിക്കും? ക്ലിയർ? ആഴ്ചയിൽ 30,000 നേടിയാൽ മാസം 7,500 മാസം 30,000 രൂപയില്ലേ? ഇത് നിങ്ങൾ 2 ടീമിലൂടെയാണ് നേടുന്നിരിക്കാം. നിങ്ങൾ എയിൽ വന്ന ഒരു ആക്റ്റീവ് ലീഡർ ഉണ്ട്, വീടില്ല, കടവുണ്ട്, പ്രശ്നമുണ്ട്, വരുമാനം വേണം. ഇങ്ങനെ 2 ആളെ നിങ്ങൾ കൊണ്ടുവരൂ. ഈ 2 ആൾക്കാണ് നിങ്ങൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് കൊടുക്കുന്നെങ്കിൽ അവർക്ക് 30, ഇവർക്ക് 30 ഇടുമ്പോൾ നിങ്ങളുടെ വരുമാനം 60 ആയിട്ടുണ്ടാവും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ആ, രണ്ടാമത്തെ മാസം ഈ 30 വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ 2 ലെഫ്റ്റിലുള്ള ആളും റൈറ്റിലുള്ള ആളും 30 മേടിക്കാൻ നിങ്ങൾക്ക് 60 ആയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ മാസം നിങ്ങൾ ഒറ്റക്ക് പണി എടുത്തിട്ടാണെങ്കിൽ രണ്ടാമത്തെ മാസം 60 എത്തിക്കാമല്ലോ. അത് ശരിയല്ലേ? 30 60 ആവും. അതാണ് ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മാസം ഈ 2 ആളെ ഫോക്കസ് ചെയ്യും, അവരെ കൊണ്ട് അവരെ വന്ന 2 ആളിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പൊ എത്രയായി? 1,20,000. നാലാമത്തെ മാസം 2,40,000. അഞ്ചാമത്തെ മാസം ആകുമ്പോൾ 4,80,000, 5 ലക്ഷം രൂപ വരുമാനമായി. പിന്നെ അങ്ങോട്ട് 10 ലക്ഷം രൂപ വെച്ചിട്ട് എല്ലാ മാസവും കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് വരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. 5 മാസം കഴിഞ്ഞിട്ട് 6ാമത്തെ മാസം മുതൽ 10 ലക്ഷം രൂപ നമുക്ക് നേടാൻ പറ്റും. ഈ സിസ്റ്റം ഫോളോ ചെയ്യണം. സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ 2 വിങ്ങിലും ഒരാളെ കൊണ്ട് അവരുടെ കൂടെ നിന്ന് കൊടുക്കുക. മനസ്സിലായ? പരക്കം പായല്ലേ, വട്ടം കറങ്ങല്ലേ. വട്ടം കറങ്ങുന്നുണ്ട് നമ്മളില്ലേ? നമ്മളെ വീട്ടിലെ ക്ലോക്കിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി, ടൈം പീസിലേക്ക് നോക്കിയാൽ മതി. അതിന്റെ ഒരു സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിൽ കിടക്കിടന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. അവസാനം ഒരു ദിവസം എന്താവും? ആ സൂചി അവിടെ നിൽക്കും. ഈ വട്ടം കറങ്ങിയ സൂചിക്ക് പിറകോട്ട് കറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കി അത് ഇങ്ങോട്ട് പിറകോട്ട് ഇടക്ക് വരുന്നുണ്ട് നോക്കി. അത് ബാറ്ററിയൊക്കെ വീക്കായി വരും. പിന്നെ പിറകോട്ട് വന്നാൽ തീർന്നു, ഇല്ലേ? അതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മനസ്സിലായ? ക്ലോക്കിലെ ടൈം പീസിലെ സൂചി കറങ്ങും പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും പുറകോട്ട് ആലോചിച്ച് ചിന്തിക്കാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കും, പക്ഷെ പുറകോട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അതിലേക്ക് തീരുമാനിക്കാം, ഞാൻ ഒരു 50 വയസ്സിലേക്ക് തിരിച്ചു വരാം, ടൈം പീസ് ഒന്ന് മറിച്ചിങ്ങോട്ട് വെച്ചേക്കാം. വരാൻ പറ്റുമോ? വരാൻ പറ്റില്ല സുഹൃത്തുക്കളെ, വരാൻ പറ്റില്ല. അത് പിറകോട്ട് കറങ്ങില്ല ആ സൂചി. അതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കറങ്ങുള്ളൂ. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ചക്രം അതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്, ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. സമയത്തിന് പ്രാധാന്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 30 ഈ മാസം 30,000 രൂപ ഫോക്കസ് ചെയ്യുന്നവർക്കെല്ലാം ഒരു ദിവസത്തെ 1 ഡേ ട്രെയിനിങ്ങും പ്രോഗ്രാം ഉണ്ടാവും ടീം ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അതാണ് ഇന്നലെ കോഴിക്കോട് വെച്ച് നടന്നത്. അതിൽ 50,000 രൂപയാണ് ടാർഗറ്റ് വെച്ചിരുന്നത്. ഏകദേശം 31ഓളം പേര് അച്ചീവ് ചെയ്തു ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം നമുക്കൊരു 150 പേര് നമുക്ക് പങ്കെടുപ്പിക്കണം. 30,000 രൂപ അച്ചീവ് ചെയ്തവരെല്ലാവരും ഒരു സിംഗിൾ പൈസ മുടക്കണ്ട, നിങ്ങൾ അവിടെ എത്തിയാൽ മതി ഹോളിലേക്ക്. മനസ്സിലായ? അതിന്റെ ഒരു വാശി ഉണ്ടാവണം നിങ്ങൾക്ക്. അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നലെ ദിവസം പ്രോഗ്രാം പങ്കെടുത്ത 31 പേരുണ്ട്. ആ 31 പേരും 2 പേരെ വെച്ച് അവരുടെ ടീമിൽ നിന്ന് 30,000 രൂപ വാങ്ങുന്ന ആളെ കൊണ്ടുവന്ന് എത്ര പേരായി? 60, 31, 91 പേരായോ? ഇല്ലേ?
ഇനി ഒറ്റ ടീമേ ഉള്ളൂ, ഒറ്റ ഡ്രീമേ ഉള്ളൂ, വിജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷം അവസാനിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ പറഞ്ഞ കണക്ക് 6-ാമത്തെ മാസം മുതൽ 10 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഏകദേശം 60 ലക്ഷം രൂപ നിങ്ങളെ കണക്കൊന്ന് എഴുതി നോക്കിയാൽ മതി. 60 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞതെല്ലാം കൂട്ടി 9,55,000 രൂപ ഉണ്ടാവും. 30, 60, 1,20, 2,40, 4,80, ഏകദേശം 9.5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയോളം അവിടെ വരും. പിന്നെ 6-ാമത്തെ മാസം മുതൽ അങ്ങോട്ട് കൂട്ടുക. 6, 7, 8, 9, 10, 11, 12 ഇല്ലേ, 7 മാസമുണ്ട് ഇല്ലേ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോ ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് 60 ലക്ഷം രൂപ നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ നിങ്ങൾ ഈ സുപ്രഭാതത്തിൽ കേട്ടത് എന്റെ പൊന്നു സുഹൃത്ത്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇനി അതിന്റെ പകുതി ചെയ്താലും 30 കിട്ടൂലേ? 30 ലക്ഷം കിട്ടില്ലേ? എന്നാലും മാസം ആവറേജ് 2.5 ലക്ഷം രൂപ വരുമാനമായില്ലേ? അതുകൊണ്ട് ഈ അവസരം തിരിച്ചറിയുക, ഈ അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുക, നിങ്ങൾ അപ്ലൈൻ ലീഡേഴ്സിനോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, നന്ദി പ്രകാശിപ്പിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്ലൈൻ ലീഡേഴ്സിനെ ദൈവതുല്യമായിട്ട് ബഹുമാനിക്കണമെന്ന് പറയാം. നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി അദ്ദേഹത്തെ കുറിച്ച് നന്ദി, ദൈവത്തോട്, പ്രപഞ്ചത്തോട് നന്ദി പറഞ്ഞാൽ മതി. അദ്ദേഹത്തിനെ കാണുമ്പോൾ നിങ്ങൾ മസിലൊക്കെ പിടിച്ചു നിന്നോ, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? എനിക്ക് ഇത്രയും കാശ് കിട്ടുന്നതിന് ഇയാളാ നിവൃത്തിയൊന്നും പറയണ്ട. ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും ഒരു നന്ദിയുള്ളവനായിരിക്കണം നമ്മൾ. നന്ദിയുള്ളിടത്തേക്ക് മാത്രമേ നന്ദി വരുള്ളൂ, നന്മയുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ നന്മ വരുള്ളൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ഇൻഡസ്ട്രിയാണ്, ഇത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. 19-ാം തീയതി എവിടെയും പോകരുത്, മുഴുവൻ ആളുകൾ അവിടെ എത്തണം. തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ചില ആളുകളൊക്കെ വരും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊന്നും നിങ്ങൾക്ക് നടക്കൂല, അതൊക്കെ അവർക്കേ നടക്കുള്ളൂ എന്നൊക്കെ പറയും. മനസ്സിലായ? നമ്മുടെ സ്വപ്നങ്ങൾ വലിയ ആവേശത്തോടുകൂടി ഇതൊക്കെ കേട്ടിട്ട് ഇന്നിപ്പോ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ 60 ലക്ഷം രൂപ എന്റെ വടച്ചോനെ ഈ വർഷം നേടാൻ പറ്റുമോ? മനോജ് സാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, അതിന് പകുതി കിട്ടിയാലും 30 ലക്ഷം കിട്ടൂലേ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ ഈ പ്ലാനും പ്രൊഡക്റ്റൊക്കെ ചെന്ന് പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഇത് പറ്റൂല, ഇത് തട്ടിപ്പാണ്, ഇത് വെട്ടിപ്പാണെന്ന് പറയുമ്പോ അവര് നമ്മൾ ഈ പൂക്കളെ നമ്മൾ എന്താ പറയുക, ചവിട്ടി അരക്കൂല എന്നൊക്കെ പറയും ഇല്ലേ? പൂക്കളുടെ മുകളിൽ ഇങ്ങനെ കാലുണ്ട് ഇല്ലേ? പൂക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചവിട്ടി അരക്കാൻ പറ്റും ഇല്ലേ? നശിപ്പിച്ച് കളയാൻ പറ്റും. എന്നാൽ വസന്തകാലത്തെ മുഴുവൻ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മുന്നിലിട്ട പുഷ്പങ്ങളെ വേണം നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടി അരക്കാം, നശിപ്പിക്കാം. പക്ഷേ ഈ വസന്തത്തെ മുഴുവൻ നിങ്ങൾക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ല എന്റെ പൊന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുന്ന ആളുകൾ ചിലപ്പോൾ വരും, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ വരും, നിങ്ങളെ തളർത്തുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇങ്ങോട്ട് വാ, അതിനേക്കാളും ഞങ്ങളുടെ അടുത്തുണ്ട്. മനസ്സിലായ? ഇതിനേക്കാൾ വലിയൊരു സംഭവം എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു വരും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. ബയോട്ടോറിയത്തിൽ 5 വർഷത്തേക്ക് ഞാൻ ബയോട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് നിങ്ങളുടെ ബ്രെയിനിനെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഹൃദയത്തിനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം, ഹൃദയത്തിലേറ്റാൻ വേണ്ടി സാധിക്കണം, നെഞ്ചിലേറ്റാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയാണെങ്കിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റിക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ, ലോകത്തിൽ വിജയം ഉണ്ടായിട്ടുള്ളൂ. ലോക ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കണം ഇല്ലേ? 78-ാമത്തെ വയസ്സിൽ നോക്കണം നിങ്ങൾ ഇല്ലേ? നമ്മളാള് 4 ആൾ വേണം താങ്ങി പിടിച്ചിട്ട് എഴുന്നേറ്റ് ഇരുത്തിക്കണമെങ്കിൽ അല്ലേ? 78-ാമത്തെ വയസ്സിലെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 2 പേര് അപ്പുറം 2 പേര് ഇപ്പുറം പിടിക്കുന്ന കാലഘട്ടമാണ്. അവിടെയാണ് 78-ാമത്തെ വയസ്സിലും ലോക അമേരിക്കൻ പ്രസിഡന്റ് ആയത് ആര്? നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. ആലോചിച്ച് നോക്കണം. ട്രംപ് എന്ന് പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയോട് അഭിമാനിക്കാം നമുക്ക്. വക്താവാണ്, അതിന്റെ ഓണറാണ് നമ്മുടെ ബഹുമാന്യനായ ട്രംപ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റെങ്കിലും ഇനി ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിന്മാറാമായിരുന്നു. പക്ഷെ വാശി ഉണ്ടാവണം നമുക്ക്. നിങ്ങൾ 2-3 തെരഞ്ഞെടുപ്പിൽ, അത് 2-3 കമ്പനി പോയി വിജയിച്ചില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിജയിക്കാതിരിക്കുന്നത്. ഞാനും ഇങ്ങനെ ചെറിയ കമ്പനി, വലിയ കമ്പനിയും ചെയ്തിട്ടില്ല എന്റെ പണി. സാധാരണ ചെറിയ കമ്പനികൾ ചെറിയ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനിത് നേടി അറ്റങ്ങൾ വന്നൊരു വാശിയോട് കൂട്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ വിജയിക്കാൻ വേണ്ടി ഒരു വാശി, ഒരു തീനാളങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ജ്വലിക്കണം. മനസ്സിലായ? വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ പ്രകൃതി ശക്തി നിങ്ങളുടെ കൂടെ വരും. എന്നെക്കാൾ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്ക് എന്റെ പോരായ്മകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആ പോരായ്മകളെല്ലാം ഞാൻ തന്നെ അതൊക്കെ ചിരിച്ചു തള്ളിക്കൊണ്ട് അല്ലേ അതിനെതിരെ പ്രവർത്തിച്ചപ്പോ വിജയിക്കാൻ വേണ്ടി സാധിച്ചു. ഇതൊരു കളിയാണ്, ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിൽ കളിക്കേണ്ട രീതിയിൽ കളിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. പെട്ടെന്ന് നിർത്തും. 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ. 2 മിനിറ്റ് ആ വീഡിയോയിലേക്ക് എങ്ങനെയാണ് കളിക്കേണ്ടത് നോക്കിക്കോളൂ പ്ലീസ്. കളിക്കേണ്ട രീതി നോക്കിക്കോളൂ പ്ലീസ്. Go!
കളി കണ്ടില്ലേ എല്ലാവരും? ആ കൊച്ചുകുട്ടികളുടെ കളി കണ്ടില്ലേ? ബോള് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കളിയായിരുന്നു. കുറെ ബോളുകൾ നിരത്തി വെച്ചു, ആ ബോള് ഇതിലേക്ക് കൊണ്ട് നിറക്കണം ഇല്ലേ, ആ പാത്രത്തിലേക്ക്. ആ രണ്ട് കുട്ടികളും ചെയ്ത രീതി കണ്ടോ നിങ്ങൾ? ഒരു കുട്ടി ലാസ്റ്റ് നിന്ന് പോയിട്ട് ഇങ്ങോട്ട് എടുത്തു ഇല്ലേ, ഒരു കുട്ടി തുടക്കം മുതൽ എടുത്തു. എന്താ സംഭവിച്ചത്? രണ്ടാളും കളിച്ചു, ആരാ വിജയിച്ചത്? അതുകൊണ്ട് കളിയിലും ചില തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലായ ഫാസ്റ്റ് ആയിട്ട് വിന്നേഴ്സ് ആവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് ബുദ്ധിപരമായ കളി കളിക്കണം. മനസ്സിലായ? അത്രേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും അച്ചീവർ ആവാൻ വേണ്ടി സാധിക്കും. അല്ലാതെ മറ്റേ കുട്ടി വീണ് കിടക്കൊന്നുമില്ല വയട്ടോറിയത്തിൽ ആരും. പക്ഷെ കുറച്ച് സ്ലോ ആവും. പക്ഷെ നമുക്ക് ഇവിടെ സ്ലോ ഇല്ല, ഫാസ്റ്റ് ആയിരിക്കണം, സൂപ്പർ ആയിരിക്കണം, സ്പീഡ് ഉണ്ടാകണം. സ്പീഡാണ് സക്സസ് ഇഷ്ടപ്പെടുന്നത്. സക്സസ് ലവ് സ്പീഡ്. ഞാൻ എപ്പോഴും പറയുന്നത് സക്സസ് ലവ് ചെയ്യുന്നത് ഏതിനെയാണ്? സ്പീഡിനെയാണ്. നിങ്ങളുടെ അടുത്തേക്ക് സക്സസ് വരണമെങ്കിൽ, വിജയം വരണമെങ്കിൽ നിങ്ങൾ സ്പീഡുള്ള ആളായിരിക്കണം. തണുത്ത് മെല്ലെ നിൽക്കുന്നതിടത്തേക്ക് സക്സസ് വരില്ല. സക്സസ് ലവ് സ്പീഡ്. അപ്പോ സ്പീഡിൽ ചെയ്യുക, എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യുക, ആവേശത്തിൽ ചെയ്യുക. അതുകൊണ്ട് ആവേശത്തോടു കൂടി എനിക്ക് സാധിക്കും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് എത്തിയെടുക്കുക. നമുക്ക് വരുമാനം തരുന്ന കമ്പനി ആളുകളെ ചേർക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ ചെയ്യുന്ന ബിസിനസ് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 100 PV എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി പാക്കാണ്. 16,500. അതിൻ്റെ സൂപ്പർ പ്രീമിയത്തിന് 19,300 വരുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭവിഹിതത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ആളെ ചേർക്കുമ്പോൾ ഇവിടെ വരുമാനമില്ല. തലയെണ്ണി കാശ് കൊടുക്കുന്ന സിസ്റ്റം അല്ല ഇത്. ഇവിടെ നടക്കുന്ന ബിസിനസ് വോളിയത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു ബോണസാണ് കമ്പനി നമുക്ക് തരുന്നത്. നമ്മുടെ ടീമിലൂടെ നടക്കുന്ന വിൽപ്പനയ്ക്ക് അടിസ്ഥാനമായിട്ട് ഉൽപ്പന്നങ്ങൾ എത്ര മാർക്കറ്റിലേക്ക് വിൽപ്പന നടക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ലാഭവിഹിതമാണ് നമുക്ക് ഇതിനകത്ത് ബോണസായിട്ട് കിട്ടുന്നത്. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണോ ടീം ഡെവലപ്പ് ചെയ്യുന്നത്, ആരുടെ ടീമിലാണോ ബിസിനസ് നടക്കുന്നത്, സെയിൽസ് നടക്കുന്നത്, അതിൻ്റെ ഒരു ബോണസാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ്